ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി അപ്ഡേറ്റ് സതന്മാർ പറയാൻ വേണ്ടി പോകുന്നത് ഈ മെയ് മാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസുകൾ നമ്മൾ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. മെയ് മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാള സിനിമയുടെ നല്ലൊരു വർഷം തന്നെയാണ് 2024. കാരണം ഏകദേശം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം തൊട്ട് മലയാള സിനിമ കളിച്ച് ഏകദേശം 800 കോടിക്ക് മുകളിലാണ്. കാരണം നമ്മുടെ ഭ്രമയവും പ്രേമലും മഞ്ഞുമൽ ബോയ്സും ആവേശവും ആട്ടവും അന്വേഷണം കണ്ടെത്തും വർഷങ്ങൾക്ക് ശേഷം ലാസ്റ്റിന് ഇപ്പോൾ കെയർടേക്കർ വരും നല്ല അഭിപ്രായം കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നല്ല താമസിക്കാതെ തന്നെ നല്ല കളക്ഷനൊക്കെ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മലയാള സിനിമയുടെ നല്ല വർഷം തന്നെ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് നമ്മൾ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീണ്ടും പ്രതീക്ഷയോടെ തുടങ്ങുന്ന ഒരു മെയ് റിലീസുകളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പക്ഷേ ചില ചിത്രങ്ങൾ വിട്ടുപോയേക്കാം, അല്ലെങ്കിൽ പുതിയ ചിത്രങ്ങൾ ഏടായി വന്നേക്കാം. അതോ പുതിയ ചിത്രങ്ങളെല്ലാം പുതിയ ഏടായി വരികയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുന്നതായിരിക്കും. നമുക്കതിൽ മെയ് മാസം 1-ാം തീയതി സ്റ്റാർട്ടിങ്ങിലായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവി മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. നിവിൻ പോളി, ഡിജോസ് ആൻ്റണിയും ചേർന്ന് വന്നിരിക്കുന്ന ചിത്രമാണ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ മൂവി. ജാൻ ശ്രീനിവാസനും അനശ്വര രാജനും പ്രധാന താരങ്ങളായി വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്ന മൂവി എന്ന് തോന്നുന്നു. വളരെ കാരണം ഇതിൻ്റെ പ്രൊമോ ടീസറാണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം തന്നെ അതിഗംഭീരമായിട്ട് അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാത്തിലും ഒരു കോമഡി, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിവിൻ്റെ പഴയൊരു കോമഡി ട്രാക്ക് ഉള്ളത് കൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കാൻ വളരെ ചാൻസാണ്. ഇതിന് പോസിറ്റീവാണ് ലയിപ്പിക്കുന്നതെങ്കിൽ വൻ വിജയം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യക്ക് വേണ്ടി കാത്തിരിക്കുന്ന മെയ് 1-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് മൂവിക്ക് വേണ്ടി വരുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞ് മെയ് 3-ാം തീയതി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയുടെ നടികർ എന്നാണ് മൂവിയുടെ പേര്. ജീൻ പോൾ ലാൽ, ടോവിനോ തോമസ് കൂട്ടുകെട്ടിൽ വരുന്ന മൂവിയാണ് നടികർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഇതിനു മുമ്പ് നടികർ തിലകം എന്നായിരുന്നു, പിന്നീട് അതിൻ്റെ പേര് മാറ്റിയിരുന്നു. ഐ ആം ടോണിയും ഡ്രൈവ് ലൈസൻസിന് ശേഷം ലാൽ ജൂനും ചെയ്യുന്ന ചിത്രമാണിത്. ടോവിനെയും നമ്മുടെ ലാൽ ജൂനും ആദ്യം ഒന്നിക്കുന്ന പ്രത്യേകത ഉണ്ട്. ഇതിന് കാസ്റ്റ് നോക്കിയാൽ ഭാവനയുടെ മലയാളത്തിലേക്ക് ഒരു പിന്നെയും തിരിച്ചത് തന്നെ പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, സുരേഷ് കൃഷ്ണ, സാബിൻ സാഹിർ, ബാലു വർഗീസ് തുടങ്ങിയവരൊക്കെയാണ് ടീസറിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു സെലിബ്രിറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടികൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേറെ ചിത്രങ്ങളാണ് നമ്മുടെ മെയ് 3-ാം തീയതി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനിടയ്ക്ക് ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ കൂട്ടിലുള്ള ചിത്രമാണ് ഗുരുവായൂർ അമ്പല നടകൾ എന്നാണ് മൂവിയുടെ പേര്. അത്യാവശ്യം മെയ് മാസം വളരെ പ്രതീക്ഷയുള്ള കാത്തിരിപ്പുകളൊന്നും തന്നെയാണ്. കാരണം ഇതിൻ്റെ ഡയറക്ടർ പേര് വിപിൻ ദാസ് എന്നാണ് മൂവിയുടെ പേര്, ഡയറക്ടർ പേര്. കാരണം അന്താക്ഷരി, അതുപോലെ തന്നെ ജയ ഹേ എന്ന് പറഞ്ഞ വ്യക്തി ചിത്രത്തിന് ശേഷം വിപിൻ ദാസും ബേസിൽ ജോസഫും ഒന്നിക്കുന്ന ചിത്രമാണ് നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ. അവർക്ക് സപ്പോർട്ടിനായി ജഗദീഷും അതുപോലെ തന്നെ പൃഥ്വിരാജ്, അനശ്വര രാജനും, നിഖില വിമലൊക്കെ ഉണ്ട്. അപ്പോൾ കാസ്റ്റിംഗ് തന്നെ വൻ ഹോപ്പിൽ വരുന്ന കാസ്റ്റിംഗ് തന്നെയാണ്. ഒരു കല്യാണമായി എത്തിയ ഒരു കോമഡി ട്രാക്ക് മൂവിയാണെന്ന് പ്രതീക്ഷിക്കാം. ഇത്ര റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെയ് 16-ാം തീയതി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയേറെ ചിത്രങ്ങൾ നമ്മുടെ മെയ് മാസം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളൊക്കെ ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തമിഴ് മൂവികളൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. കൽക്കി എന്ന് പറയുന്ന ഒരു എന്താ പറയുക മൾട്ടി ലാംഗ്വേജിൽ വരുന്ന മൂവിയാണ് കൽക്കി, നമ്മുടെ പ്രഭാസിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഇത്രയേറെ മൂവികളാണ്. ഇതിൽ ഏത് ചിത്രങ്ങൾ വിട്ടുപോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുന്നതാണ്. എന്തായാലും ഏതെങ്കിലും ചിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നതായിരിക്കും. അതിൽ ഏത് ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. എന്തായാലും മെയ് റിലീസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കാത്തിരിക്കുക. അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്.